ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നാട്ടിൽ നിന്ന് വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മളുടെ ബെല്ലറാറ്റിലുള്ള വീട്ടിലേക്ക് തിരിച്ചെത്തിയേ. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമ്മളുടെ എന്താ പറയുക ഗാർഡൻ്റെ അകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ വാട്ടർ കണക്ഷൻ എല്ലാം സെറ്റ് ചെയ്ത് ടൈമറൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അപ്പം നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്ന് കേട്ടോ. ഇതുണ്ട് ഫ്രണ്ട്സ്, സവാള ഉണ്ടായി കിടക്കുന്നത്, ഇഷ്ടംപോലെ സവാള ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ വീഡ്സ് എല്ലാം കയറിയിട്ടുണ്ട്. ഞാൻ പറിച്ച് കളയാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ നിറച്ച് മുള്ള്, അതിന് പറിച്ച് കളയണം. ഒരു സ്നെയിൽ സൈഡിൽ കൂടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കി ഒരു അണിയൻ്റെ ലീഫ് പൊങ്ങി വന്നേക്കണേ, എൻ്റെ മേളിൽ കുറേ കണ്ടോ. ഹലോ. I think I saw one thing that is different. What is that? Cow. Okay, 1 second. I'll introduce these things, okay? Okay. ഫ്രണ്ട്സ്, ഇതുണ്ടോ നമ്മളുടെ മിൻറ്റ് ലീവ്സ്. വെയിലായതുകൊണ്ട് ഭയങ്കര കട്ട വെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സമ്മർ ആയതുകൊണ്ട്. അതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ എല്ലാം എത്തി കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത്രയും ആവശ്യം, ഇനി കുറച്ച് കളയണം. ലൂക്കാസിന് ഇതെല്ലാം കട്ട് ചെയ്ത് ഒതുക്കോട്ടെ. അതുകൊണ്ടോ ലൂക്കാസ് ക്ലീൻ ചെയ്യാനോണ്ട് ഏരിയ എക്സ്ട്രാ വന്ന ചെടികൾ എന്തൊക്കെയോ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ സവാള ഉണ്ടാക്കി കിടന്ന് നോക്കി. സവാള നമ്മൾ ഇവിടെ നിന്ന് എടുക്കാൻ വലിയ പദ്ധതിയൊന്നും ഇല്ല, ചിലപ്പോൾ എടുത്തേക്കാം. പിന്നെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പിന്നെ പൊട്ടേറ്റോ കേട്ടോ, സോറി പൊട്ടേറ്റോ ആണ്. അതിൻ്റെ അകത്ത് പൊട്ടേറ്റോ ഉണ്ടായിരിക്കും, നമുക്ക് ചകിഞ്ഞ് നോക്കണം. അതുപോലെ തന്നെ സ്പ്രിംഗ് അണിയൻ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് എടുത്ത് തോരൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള ഈ ഒരു ചെടി, ഇതിൻ്റെ അകത്ത് ബീൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു വലിപ്പമാകുമ്പോൾ തന്നെ നമ്മൾ പറിച്ച് കറി ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭീമനായിപ്പോയി. ഇതുണ്ടോ, ഇത് ഭയങ്കര വലുതായിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊളിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള കാണിച്ചു. കണ്ടോ, ഈ കുരു എടുത്തിട്ടാണ് നമ്മൾ ഈ കുരുവാണ് കറി വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാര്യം ഇത് ഭയങ്കര ചൂവിയായിരിക്കും തോന്നുന്നുണ്ട്. നല്ല ഭയങ്കര മൂത്ത് പോയി ഇത്. കണ്ടോ, നമുക്ക് കറിയാക്കാൻ വേണ്ടി പറ്റിയ ടൈപ്പ് സാധനം ഇഷ്ടംപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. കണ്ടോ, അതേ. പിന്നെ അതിനുശേഷം ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ വെള്ളം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുണ്ട്. ചൂടായി പോയി. ഈ ചെടി നമ്മൾ പുറത്ത് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഓക്കെ, ഈ ചെടി നമ്മൾ പുറത്ത് വെച്ചാൽ ഫ്രണ്ടിൽ. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് വെള്ളം ഓട്ടോമാറ്റിക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് എത്തി വെച്ചാൽ. അതുപോലെ തന്നെ ചീര നമ്മൾ ചുവന്ന ചീര ഞാൻ ഇതിനേക്കാളും വലിപ്പം വെക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായി, പക്ഷേ ഇത്രയും വലിപ്പം വന്നിട്ടുണ്ട്. നമ്മൾ പോയ സമയത്ത് പൊടിയായിരുന്നു ഈ ചീരകൾ. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ഇത് കുറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇനി എന്താ വളം, വേറെ എന്തെങ്കിലും വളം വേണോന്ന് അറിയില്ല. ഇനി വളം ഇട്ട് കൊടുക്കണം. ആപ്പിൾ ട്രീക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, കുറച്ചുകൂടെ ഇലകൾ വന്നു ഓട്ടം കഴിഞ്ഞതിന് ശേഷം. എന്തോ is it? The flowers have grown a very lot. Yeah, flowers കുറേ ഉണ്ടായിട്ടുണ്ട്. കുറേ ഈച്ചകളും ഉണ്ട് കേട്ടോ. ഇത് 2 ആപ്പിൾ ട്രീ ആണ്. ഇത് റോയൽ ഗാല, ഇത് റെഡ് ഡെലീഷ്യസ്. ഡോഫാണ് ഏകദേശം ഈ ഹൈറ്റൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, അതിന് മേലേക്ക് പോക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഇതിൻ്റെ തണ്ട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, കറി ലീഫിൻ്റെ. ഇപ്പം കറി ലീഫ് നല്ലോണം വന്നിട്ടുണ്ട്. പിന്നെ പുറത്ത് വെക്കുന്ന ചെടി, പിന്നെ ഇതിൻ്റെ പേര് വന്നത് ഇതൊരു മാൻഡറിനാണ്. ഇതും ഡോഫാണ്. ഒരു 3 മീറ്റർ ഹൈറ്റ് ഈ ചെടിക്ക് അല്ലെങ്കിൽ ഈ മരത്തിന് ഉണ്ടാവും. Wow, yes, you can, yeah, show me. Show me. It's a gigantic red tomato right there. Yeah. ഫ്രണ്ട്സ്, ടൊമാറ്റോ ഉണ്ടാക്കി കിടക്കണ്ട. നമ്മളുടെ തക്കാളി, പച്ച തക്കാളി ഉണ്ട്. യെസ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ, ചെറിയ ചെടിയാണ് പക്ഷെ അത്രയും തക്കാളി ഉണ്ടായിട്ടുണ്ട്. എവിടെ അച്ഛോ, അത് കരിഞ്ഞു പോയി. ഇതാ കിളി വന്ന് കൊത്തി തിന്നാട്ടാ. സ്ട്രോബെറി ഒരെണ്ണുള്ളൂ. പിന്നെ ഫ്ലവേഴ്സ്. യെസ്, ആണല്ലേ. കണ്ടോ ഫ്രണ്ട്സ്, ഇനി ഇതെല്ലാം ശരിയാക്കി എടുക്കാനുണ്ട്.